നമസ്കാരം. ആർത്തവ സമയത്ത് വിഷ്ണു സഹസ്രനാമ ജപം സാധ്യമാണോ? കുളിക്കാതെ വിഷ്ണു സഹസ്രനാമ ജപം സാധിക്കുമോ? നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം വിഷ്ണു സഹസ്രനാമ ജപം സാധിക്കുമോ? ഇങ്ങനെ വിഷ്ണു സഹസ്രനാമ ജപത്തെപ്പറ്റി നിരവധി സംശയങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓം നമോ നാരായണ എന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ട ശരിയായ മാർഗം ഏതാണ്? വിഷ്ണു സഹസ്രനാമം ജപിക്കുവാനുള്ള ശരിയായ മാർഗമെന്ന് പറയുന്നത് ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി അത് ആന്തരികമായി ജപിക്കുക എന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായ മന്ത്രം ഏതാണ്? രാമ എന്ന നാമം 3 തവണ ഉച്ചരിക്കുന്നത് മുഴുവൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. കുളിക്കാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കുമോ? രാവിലെ പൂജാമുറിയിൽ കുളി കഴിഞ്ഞ് പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ ശ്ലോകം വായിക്കുന്നതാണ് ഉത്തമം. ഇതിന് സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്യാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അത്ഭുത ശക്തി എന്താണ്? വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നു. ഭഗവാന്റെ 1000 നാമങ്ങൾ ചൊല്ലുമ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കുകയും നെഗറ്റീവ് ചിന്തകൾ മായ്ക്കുകയും സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് രക്തസമ്മർദ്ദവും ഉത്കണ്ഠയും ഗണ്യമായി കുറയ്ക്കുന്നു. ഭക്തർക്ക് മാനസിക വ്യക്തതയും ആത്മീയ ശുദ്ധീകരണവും അനുഭവിക്കുവാൻ സാധിക്കുന്നു. സ്ത്രീകൾക്ക് വിഷ്ണു സഹസ്രനാമ ജപം സാധിക്കുമോ? സ്ത്രീകൾ എല്ലായ്പ്പോഴും വിഷ്ണു സഹസ്രനാമം വായിക്കുകയും ജപിക്കുകയും ചെയ്യുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ ചൊല്ലി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എത്ര വെച്ച് ഏത് ഭാഗത്ത് വെച്ചാണ് നിർത്തേണ്ടത്? നിങ്ങൾ മധ്യമത്തിൽ ആണ് നിർത്തുന്നതെങ്കിൽ 500 അല്ലെങ്കിൽ 600 നാമങ്ങൾ മാത്രമേ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദോഷം ഒന്നും സംഭവിക്കുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ദോഷങ്ങളൊന്നുമില്ല എങ്കിലും പിന്നീട് ദൈവം മറ്റേതെങ്കിലും ദിവസം ഇത് ചൊല്ലി പൂർത്തിയാക്കുവാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി ഏറ്റവും നല്ല ദിവസം ഏതാണ്? വ്യാഴാഴ്ചകളിൽ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുന്നത് ജ്ഞാനം, സമൃദ്ധി, സമാധാനം എന്നിവയ്ക്കായി അനുഗ്രഹം തേടുന്നതിനാണ്. ഈ ദിവസം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുകയും ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ദിവസവും കേട്ടാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആളെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അല്ലെങ്കിൽ നിഷേധാത്മകതകളിൽ നിന്നും അകന്നു നിൽക്കുവാൻ സഹായിക്കുന്നു. ജപിക്കുന്ന ആളുടെ മനസ്സ് അയാളുടെ മേൽ വീണ ഏതൊരു ശാപത്തിൽ നിന്നും അയാളെ നശിപ്പിക്കുന്ന അത്യാഗ്രഹം, അസൂയ, കോപം തുടങ്ങിയ എല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു. കിടക്കയിൽ വെച്ച് നാമം ജപിക്കുവാൻ സാധിക്കുമോ? ഒരാൾ ഏത് അവസ്ഥയിലായിരുന്നാലും, ചലിച്ചാലും നടന്നാലും കിടന്നാലും മനസ്സിൽ മന്ത്രം ആവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് രാമനാമം ഇത്രയേറെ ശക്തിയുള്ളതായത്? സംസാരമെന്ന സമുദ്രത്തെ കടക്കുവാൻ രാമനാമം നമ്മളെ സഹായിക്കുന്നു. ജനന മരണ ചക്രങ്ങളെ കടക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നതുകൊണ്ടാണ് രാമനാമത്തിനെ താരക മന്ത്രമെന്നാണ് വിളിക്കുന്നത്. താരക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മെ കടക്കാൻ സഹായിക്കുന്നത് എന്നാണ്. വിഷ്ണു സഹസ്രനാമ ജപം രോഗങ്ങളെ ശമിപ്പിക്കുമോ? പുരാതന കാലത്ത് ആയുർവേദ ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കുകയും രോഗികൾക്ക് രോഗശമനത്തിനായി സഹസ്രനാമം ജപിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. മിക്ക രോഗങ്ങൾക്കും ഇതൊരു പരിഹാരമായി കാണുന്നു. നല്ല മാനസികവും ശാരീരികമായ ആരോഗ്യം നൽകുന്നതിന് പുറമെ വിഷ്ണു സഹസ്രനാമ ജപം സമാധാനം ഉറപ്പുവരുത്തുന്നു.
നോൺ വെജ് കഴിച്ചതിന് ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കുമോ? സസ്യാഹാരമോ സസ്യേതരമായിട്ടുള്ള ആഹാരമോ ഇങ്ങനെ യാതൊരു ബന്ധങ്ങളുമില്ല. അധർമ്മത്തിൻ്റെ പക്ഷം പിടിച്ച ഒരാൾ യുദ്ധക്കളത്തിൽ ആദ്യമായി ഇത് ചൊല്ലിയത്. നരകമോ പാപമോ എന്നൊന്നില്ല. ആർത്തവ സമയത്ത് ജപം സാധ്യമാണോ? നിങ്ങൾക്ക് ആർത്തവ സമയത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ജപിക്കുകയും ഭജനകൾ പാടുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു ദേവന്റെയോ ദേവിയുടെയോ വിഗ്രഹങ്ങളെയോ ചിത്രങ്ങളെയോ തൊടരുത്. പൂജകൾ ചെയ്യുകയും അരുത്. വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ വരുന്ന ഭഗവാന്റെ ഒരു അവതാരത്തെക്കുറിച്ച് ധ്യാനിക്കുക. തുടർന്ന് സ്തോത്രം ചൊല്ലാൻ തുടങ്ങുക. 1 തവണ, അല്ലെങ്കിൽ 3 തവണ, അല്ലെങ്കിൽ 5 തവണ, 7, 9, 11 ഈ കണക്കിൽ ചൊല്ലുക. ഒടുവിൽ വീണ്ടും ഭഗവാൻ വിഷ്ണുവിനെയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവതാരത്തെയോ ധ്യാനിക്കുക. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതതുല്യം രാമനാമവരാനനെ ശ്രീ രാമനാമവരാനനെ ഓം നമ ഇതി. ഈ ശ്രീരാമമന്ത്രം ഭക്തിയോടെ 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകും. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം. അതായത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല എന്ന് അർത്ഥം. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത്. ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ 24,000 ശ്ലോകങ്ങളായി വിപുലീകരിച്ചതാണ് രാമായണം. ഓം നമ ശിവായ ശ്രീ പരമേശ്വരൻ്റെ മൂലമന്ത്രവും അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രവുമാണ്. ഈ 2 മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്ഷരമുണ്ട്. ഇതിനെ ബീജാക്ഷരമെന്ന് പറയുന്നു. നമശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മ മാറ്റിയാൽ ന ശിവായ എന്നാകും. നാശമാകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ ര എടുത്തു മാറ്റിയാൽ ഓം നമോ നായണായ എന്നും ആകും. തനിക്ക് മുൻപിൽ ഒരു വഴിയുമില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം.